അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് സ്വയം ഒഴിഞ്ഞു പോകാൻ പണവും വിമാന ടിക്കറ്റും വാഗ്ദാനം ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇവർക്ക് പിന്നീട് നിയമപരമായി തിരികെ പ്രവേശിക്കാനുള്ള അവസരമൊരുക്കും. 27 US എംബസികളും കോൺസുലേറ്റുകളും അടച്ചുപൂട്ടാനും ട്രംപിന്റെ നീക്കം. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ മധു? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഇത് നമുക്ക് പുതിയ നീക്കമെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ക്യാമ്പയിൻ ആയിരുന്നു അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാർ, അതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും ഒക്കെ കുടിയൊഴിപ്പിക്കുമെന്നുള്ളത്. ഇപ്പോൾ ട്രംപ് ഒരു അഭിമുഖത്തിൽ കൂടുതൽ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ അതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും ഒക്കെ കുടിയൊഴിപ്പിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്നുള്ള സൂചനകളാണ് വീണ്ടും US പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ വിഷയമായി സംസാരിക്കുമ്പോൾ പക്ഷേ പതിവിന് വ്യത്യസ്തമായി അല്പം മയപ്പെടുത്തിയൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് തന്നോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവർ സ്വയം രാജ്യം വിട്ടു പോകുവാൻ തീരുമാനിച്ചാൽ അവർക്ക് സൗജന്യ വിമാന ടിക്കറ്റും അതുപോലെ പണവും ഒക്കെ നൽകുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇവരിൽ നല്ല രീതിയിൽ അമേരിക്കയിൽ ജീവിച്ച ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപക്ഷെ തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിയമപരമായി അമേരിക്കയിൽ പ്രവേശിക്കുവാൻ വേണ്ട അവസരം ഒരുക്കുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഫോക്സ് ന്യൂസിനാണ് ഡൊണാൾഡ് ട്രംപ് ഈ അഭിമുഖം നൽകിയത്. അപ്പോഴാണ് തന്റെ ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള നയം കൂടുതൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ തന്റെ ഭരണകൂടം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊലപാതകികൾ ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുവാനുള്ള ശ്രമങ്ങൾക്കാണ്. അതുപോലെ ഹോട്ടലുകൾക്കും കൃഷിയിടങ്ങൾക്കും ആവശ്യത്തിനുള്ള തൊഴിലാളികളെ ലഭ്യമാക്കുവാനുള്ള ഒരു പ്ലാനും ഉണ്ടെന്ന് ട്രംപ് പറഞ്ഞു. അതുപോലെ ലോകവ്യാപകമായി 27 US എംബസികളും കോൺസുലേറ്റുകളും അടച്ചുപൂട്ടാൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകളും വാഷിംഗ്ടണിൽ വരുന്നുണ്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ ഈ നടപടി. ഐക്യരാഷ്ട്രസഭയ്ക്കുള്ള ധനസഹായവും നിർത്തിയേക്കും. അതുപോലെ നേറ്റോ ഹെഡ്ക്വാർട്ടേഴ്സിനും അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ പല ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയ്ക്കുള്ള US ഫണ്ടും ഡൊണാൾഡ് ട്രംപ് നിർത്തലാക്കുവാൻ പ്ലാനുണ്ട്. ഉന്മേഷ്. ശരി മധു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.